കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 31, 32 വാക്യങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ 1-ാമത്തെ ഭാഗത്തിൽ 31-ാം വാക്യത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്. യഹൂദന്മാർ പൊതുവെ കർത്താവിനെ വിശ്വസിച്ചിരുന്നില്ല. ഭൂരിഭാഗം യഹൂദ ജനവും അന്നും ഇന്നും കർത്താവിനെ വിശ്വസിക്കുന്നില്ല. ഇവിടെ കർത്താവിൽ വിശ്വസിച്ച ചില യഹൂദന്മാരോട്, അവരോടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അപ്പോൾ ഇവിടെ വിശ്വാസത്തെക്കുറിച്ചും വചനത്തിൽ നിലനിൽക്കുന്നതിനെ കുറിച്ചും ഉള്ള വ്യത്യാസം ഇവിടെ കർത്താവ് പറയാം. അപ്പോൾ കർത്താവിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ പറയുന്നു, എൻ്റെ വചനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിലനിൽക്കണം. പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്, വചനം കേട്ട് നമ്മൾ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ വചനം നമ്മൾ അനുസരിക്കാനായി തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് പലവിധമായ പരിശോധനകൾ വരുന്നത്, പരീക്ഷകൾ വരുന്നത്, തടസ്സങ്ങൾ വരുന്നത്. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ ശിഷ്യന്മാരാകാൻ കഴിയും. നിങ്ങൾ വചനം കേട്ടിട്ട് വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് പറ്റത്തില്ല. നിങ്ങൾ എൻ്റെ വചനത്തിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. തൊട്ടടുത്ത് പറയുന്നത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കർത്താവിനെ അനുഗമിക്കാൻ വിശ്വാസം മാത്രം പോരാ എന്നും, കർത്താവിനെ അനുഗമിപ്പാൻ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണെന്നും കർത്താവ് ഇവിടെ പറയും. അപ്പോൾ ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടാനുള്ള മാർഗം കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. അപ്പോൾ സത്യം അറിയുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. പിതാവിൽ നിന്നും പ്രാപിച്ച സത്യമാണ് ക്രിസ്തു. ക്രിസ്തുവാണ് സത്യം, വചനമാണ് സത്യം. ആ വചനം എന്ന സത്യം നമുക്ക് 2 മാർഗങ്ങളിലൂടെ നമുക്ക് അറിയാനായിട്ട്. ഒന്ന് കേൾവിയിലൂടെ നമ്മൾ അറിയുന്നു, മറ്റൊന്ന് അനുസരണത്തിലൂടെ നമ്മൾ അറിയുന്നു. കേൾവിയിലൂടെ നമ്മൾ അറിയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. എന്നാൽ അനുസരണത്തിലൂടെ നമ്മൾ അറിയുന്നത് ദൈവത്തെ അറിയുന്നതാണ്. ദൈവത്തെക്കുറിച്ച് അറിയുന്നതും ദൈവത്തെ അറിയുന്നതും രണ്ടും വ്യത്യാസമാണ്. ദൈവത്തെക്കുറിച്ചറിയാൻ അക്ഷരീയമായ എഴുത്തുകൾ, അതിലൂടെ നമ്മളുടെ ബുദ്ധിതലങ്ങളിൽ വായിച്ച് മനസ്സിലാക്കി ദൈവത്തെക്കുറിച്ചറിയാൻ പറ്റും. പക്ഷെ ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ നമുക്കറിയണമെങ്കിൽ ആമേൻ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ദൈവവചനത്തെ അനുസരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അപ്പോൾ സത്യം അറിയുകയും എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് അറിയുക എന്നുള്ളതല്ല. വചനത്തെ നമ്മൾ അനുസരിക്കുന്നതിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്നു. എന്താണ് നമ്മൾ അനുഭവിച്ചറിയുന്നത്? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾക്ക് അടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കവിടെ ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനും ആവശ്യമാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരെ നോക്കി കർത്താവ് പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നു, ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് ആ യഥാർത്ഥമായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വചനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിലനിൽക്കണം. വചനത്തിൽ സ്ഥിരമായിട്ട് ഒരു നിലനിൽപ്പിനെ കുറിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആ നിലനിൽപ്പ് അനുസരണം എന്നുള്ള വിഷയത്തിലേക്ക് അവിടെ വരികയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്നുള്ളതിനപ്പുറമായി ദൈവത്തെ അറിയുന്ന അറിവ്. ബുദ്ധിമണ്ഡലങ്ങളിലൂടെ ദൈവത്തെ അറിയുന്നു, എന്നാൽ ബുദ്ധിമണ്ഡലത്തിലൂടെ ദൈവത്തെക്കുറിച്ച് അറിയുന്നു, ആത്മമണ്ഡലത്തിലൂടെ ദൈവത്തെ അറിയുന്നു. രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ
വചനം കേട്ടുകൊണ്ടുള്ള വിശ്വാസവും വചനം അനുസരിച്ചു കൊണ്ടുള്ളതും വ്യത്യാസമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അനുസരണത്തിലൂടെ, വചനത്തെ അനുസരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ കഴിയും എന്നുള്ളതാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ മതി. വിശ്വാസത്താൽ അത്ഭുതങ്ങളുണ്ടാവും, അടയാളങ്ങളുണ്ടാവും, വീര്യപ്രവൃത്തികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ദൈവത്തെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അനുസരണം എന്നുള്ളതിലേക്ക് വരണമെന്ന് കർത്താവ് പറയുന്നു. നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന, ദൈവത്തോട് അടുക്കാൻ തടസ്സമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കും. ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, ഒരു അപ്പന് 2 മക്കൾ, ആ ഒരു കഥ നമുക്കറിയാം. അതിലിളയ മകന് മുടിയനായ പുത്രൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വചനത്തിലൂടെ വായിച്ച് മനസ്സിലാക്കും. അപ്പൻ്റെ സ്വത്തുക്കളിൽ തനിക്കുള്ള അവകാശം എല്ലാം തനിക്ക് തരാനായിട്ട് താൻ എന്ത് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു. തനിക്ക് ആ സ്വത്തുക്കളെല്ലാം ലഭിച്ചതിന് ശേഷം താൻ തൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം അന്വേഷിച്ചുള്ള ജീവിതം, ആ സ്വാതന്ത്ര്യം അന്വേഷിച്ചുള്ള ജീവിതം, തൻ്റെ സ്വന്തം ഇഷ്ടം, സ്വന്തം ആഗ്രഹം, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തമായ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ആ സമ്പത്തുകളെല്ലാം കൊണ്ട് എന്ത് ചെയ്തു, നഷ്ടപ്പെടുത്തിയിട്ട് താനെ ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ ഫാമിൽ ജോലിക്ക് എന്ത് ചെയ്യുന്നു, പ്രവേശിക്കുന്നു. ആ ഫാമിൽ പന്നികളെ മേയ്ക്കുന്ന ഫാമായിരുന്നു. ഒടുവിൽ പന്നികൾക്കുള്ള ഭക്ഷണം പോലും കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാണ്. അതും അവിടെ ഒരു തടസ്സം എന്ത് ചെയ്തു, അനുഭവിക്കുന്നു. അപ്പോൾ അവൻ ചിന്തിക്കുന്നു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ വളരെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു, അനുഭവിക്കുന്നു. അവർ എത്രയോ ഭക്ഷിച്ച് അവർ തൃപ്തിപ്പെട്ട് മിച്ചവുമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവൻ ചിന്തിക്കാം. അപ്പോൾ അപ്പൻ്റെ വീട്ടിലെ ദാസൻ അവിടെ എന്താ ചെയ്യുന്നത്? യജമാനൻ എന്ത് ചെയ്യുന്നു, അനുസരിക്കുന്നു. അപ്പോൾ ഈ മുടിയനായ പുത്രൻ ഒരു കാര്യം മനസ്സിലായി, അനുസരിക്കുന്നതാണ് സ്വാതന്ത്ര്യം. ഇന്ന് പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ ഒക്കെ അനുസരിച്ച് നമ്മൾ തോന്നിയ പോലെയൊക്കെ നമ്മൾ ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. എന്നാൽ ആ മുടിയനായ പുത്രൻ്റെ എല്ലാ നന്മകളും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന് സുബോധമുണ്ടായത്. സുബോധമുണ്ടാകുമ്പോൾ മനസ്സിലാകുന്ന എന്താണ്, യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനുസരണമാണ്. അപ്പോൾ കർത്താവിടെ പറയുന്നു, പിതാവ് ദൈവത്തെ അനുസരിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ സത്യം നിങ്ങൾ എന്ത് ചെയ്യണം, അറിയണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്ഷരികമായിട്ട് നമ്മൾ സത്യം വായിച്ചറിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമല്ല ഇവിടെ പറയുന്നത്. സത്യം നിങ്ങൾ അറിയണം എന്ന് പറയുന്നത് അനുഭവിച്ചറിയാനുള്ളതാണ് സത്യം. നമ്മളുടെ ബുദ്ധിതലങ്ങളിലുള്ള കാര്യമല്ല. അനുസരണത്തിലൂടെ നമ്മൾ വചനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് കർത്താവിനെ അനുഗമിപ്പാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യം കിട്ടും. അനുസരണത്തിലൂടെയുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എന്നാൽ ഇന്ന് പിശാച് മനുഷ്യൻ്റെ മൈൻഡിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യം. പക്ഷെ ആ സ്വാതന്ത്ര്യം അടിമത്വത്തിൽ നിന്ന് അടിമത്വത്തിലേക്ക് പോകും. എന്നാൽ ആ മുടിയനായ പുത്രന് അന്നൊരു ബോധ്യം ഉണ്ടായി, ദാസൻ, എൻ്റെ വീട്ടിലെ ദാസൻ, എൻ്റെ അപ്പൻ ദാസൻ്റെ യജമാനനെ എന്ത് ചെയ്യുന്നു, അനുസരിക്കുന്നുണ്ടെങ്കിൽ ആ അനുസരണത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ആ ദാസന്മാർ ആ ഭവനത്തിൽ എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും അപ്പൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യും, മടങ്ങിപ്പോകുമെന്ന് തീരുമാനിക്കുന്നത് എന്തിലൂടെയാണ്? അനുസരിക്കുന്നതിലേക്കുള്ള മടങ്ങി വരവാണ്, അനുസരണത്തിലേക്കുള്ള മടങ്ങി വരവ്. ഹല്ലേലൂയ. ആ അനുസരണത്തിലേക്കാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടത്, മടങ്ങി വരേണ്ടുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും അവിടെ 8 യോഹന്നാൻ 8:33 ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, കർത്താവിനോട് അവർ തിരിച്ചുടനെ പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. ഞങ്ങൾ ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല.
നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, സത്യമായും സത്യമായും, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകും. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് അവിടെ വ്യക്തമാക്കുകയാണ്. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. എന്നിട്ട് അടുത്ത് പറയുന്ന വചനം ശ്രദ്ധിക്കുക, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വീട്ടിൽ വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിലല്ലേ താമസിക്കുന്നത്. ഇവിടെ പറയുന്ന വീട് ഏതാണ്? ദൈവത്തിൻ്റെ സഭ. മറ്റൊന്നെന്താണ്? നിത്യത, ദൈവത്തിൻ്റെ നിത്യമായ കൂടാരം, സിയോനിലെ വാസം. ആമേൻ. അപ്പോൾ ഇവിടെ പറയുന്നു, കർത്താവ് സ്വാതന്ത്ര്യം തരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടിൽ വസിക്കാൻ. ദൈവത്തിൻ്റെ ആത്മപകർച്ചയുള്ള ദൈവസഭയിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ ഭവനത്തിൽ അപ്പനും മക്കളും എന്നുള്ള ബന്ധത്തിൽ നമ്മൾ ആയിത്തീരാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് അവിടെ കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ എന്ത് ചെയ്യുന്നില്ല? വസിക്കുന്നില്ല. ഒരിക്കലും ഒരു ദാസൻ, ഒരു അടിമ ഒരിക്കലും ഒരു വീട്ടിൽ എന്നേക്കും എന്ത് ചെയ്യുന്നില്ല, അവന് അവകാശങ്ങളിൽ. എന്നാൽ ഇവിടെ കർത്താവ് പുത്രനോ എന്നേക്കും വസിക്കുന്നു. ഹല്ലേലൂയ. ഈ പുത്രത്വം നമുക്ക് കിട്ടാത്ത വശം നമുക്ക് യഥാർത്ഥമായ ദൈവം അപ്പനായി ഇരിക്കുന്ന ദൈവസഭയിൽ, വചനമാണ് ഞാൻ പറയുന്നത്, നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അത് പാസ്റ്ററായിരുന്നാലും ശരി, അത് വിശ്വാസികളായിരുന്നാലും ശരി, നമ്മൾ തിരുത്തപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇവിടെ തിരുത്തൽ എന്ന് ഉദ്ദേശിക്കുന്നത് മടങ്ങി വരവാണ്. ആ മടങ്ങി വരവ് എന്ന് പറയുന്നത് എന്തിലേക്കുള്ള മടങ്ങി വരവാണ്? സ്വന്തം ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം എന്നുള്ള പൈശാചികമായ വഴിയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സമർപ്പണത്തോടു കൂടിയുള്ള അനുസരണത്തിലൂടെ വചനത്തിൻ്റെ സത്യം അനുഭവിച്ചറിയുമ്പോൾ ദൈവഭവനത്തിലായിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആ സ്വാതന്ത്ര്യം നമ്മൾ സ്വായത്തമാക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾ നിത്യതയിലും നമ്മൾ അത് അവകാശമാക്കും. കാരണം 35-ാം വാക്യം അത് പറയുന്നു, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. അപ്പോൾ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നേക്കും വസിക്കാനാണ്. അത് എവിടെ തുടങ്ങണം? അത് ഈ ഭൂമിയിൽ തുടങ്ങണം. ഈ ഭൂമിയിൽ ദൈവം വസിക്കുന്ന ഭവനം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ഹല്ലേലൂയ. സഭയിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും കുടുംബങ്ങളിലായാലും ദേശത്തിലായിരുന്നാലും ഭൂമിയിൽ എവിടെയായിരുന്നാലും, ഭൂമിയുടെ അറ്റത്തോളായിരുന്നാലും സഭയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വന്നു പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരു ദാസൻ അല്ലെങ്കിൽ ഒരു അടിമയെക്കുറിച്ച് പറയുകയല്ല. അടിമ എന്ത് ചെയ്യും? അവന് പുത്രത്വമില്ല. അവൻ എന്നേക്കും അത് വസിക്കാനോ അവകാശമാക്കാനോ പറ്റത്തില്ല. വരുന്നു, പോകും. ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. അപ്പോൾ മേളിൽ പറഞ്ഞ സ്വാതന്ത്ര്യം എന്താണെന്ന് ഇവിടെ വ്യക്തമാണ്. എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടണം? ഈ അനുസരണക്കേട് എന്നുള്ള വിഷയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകണം. അപ്പോൾ ദാസൻ എന്നേക്കും വസിക്കുന്നില്ല. അവർ വരുന്നു, അവർ പോകുന്നു. പക്ഷെ പുത്രനോ, അല്ലേ, അവിടെ വായിക്കുന്നതാണ്, പുത്രനോ എന്നേക്കും വസിക്കുന്നു. ഹല്ലേലൂയ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എന്തിനുള്ള സ്വാതന്ത്രരാകും? വീട്ടിൽ വാസം ചെയ്യേണ്ടുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഏത് വീട്ടിൽ? ദൈവത്തിൻ്റെ വീട്ടിൽ. ദൈവത്തിൻ്റെ വീട് ഏതാണ്? ദൈവസഭ. ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലികമായ അധികാരമുണ്ട്. അവിടെ ദൈവവചനത്തിൻ്റെ പ്രവചനമുണ്ട്. അവിടെ ദൈവികമായ സത്യങ്ങളുടെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം അവിടെയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള ആ ഒരു ശുശ്രൂഷയുടെ അനുഭവം അവിടെ ഉണ്ടാവും. വചനത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ അവിടെ വെളിപ്പെടും. ആമേൻ. നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ ബോധ്യം ഉണ്ടാകുന്നു. പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സമാധാനം,
പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്നിത്യാദി കാര്യങ്ങളുണ്ടാകും. ദൈവസഭയിലെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഉപദേശങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയാണ് ദൈവം വസിക്കുന്നത്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ഭവനമാണ്. അപ്പോൾ കർത്താവേ, എനിക്ക് എൻ്റേതായിട്ടുള്ള താല്പര്യമനുസരിച്ച് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, അത് എൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം എന്നെ ഒന്നുമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകണം. മുടിയനായ പുത്രൻ അവസാനം എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ നമുക്കുള്ള അവകാശം എന്ന് പറയുന്നത് ഭൗതികമായ അവകാശങ്ങളല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുത്തു പോയാൽ ആ സ്വർഗീയമായ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നമ്മൾ മടങ്ങി വരണം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാകും. ഇതിനെ മറ്റൊരു ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പലരും പല കാര്യങ്ങളിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, സ്വാതന്ത്ര്യമില്ലാതിരിക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകളിലോ ആയിരിക്കുമ്പോൾ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അതല്ല പറഞ്ഞത്, യേശു തന്നെ വ്യക്തമായിട്ടവിടെ പറഞ്ഞുണ്ട്, ഭവനത്തിൽ വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ മുടിയനായ പുത്രൻ ഭവനത്തിൽ വസിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ടാണ് സ്വന്തം ഇഷ്ടാനുസരിച്ച് അവൻ പോയേ. അവൻ മടങ്ങി വന്നു അവൻ അപ്പൻ്റെ വീട്ടിലേക്ക്. എന്തിനാ മടങ്ങി വന്നത്? സ്വാതന്ത്ര്യം അന്വേഷിച്ചാണ് അവൻ ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോയവന് ഒരിക്കലും എന്ത് ചെയ്തിരുന്നില്ല, സ്വാതന്ത്ര്യം കിട്ടിയില്ല. അപ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്ന് അവൻ്റെ നഷ്ടങ്ങളുടെ മധ്യത്തിൽ അവൻ ചിന്തിച്ചപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനുസരണമാണെന്നുള്ളത്. അപ്പോൾ അനുസരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ജയമെടുക്കാൻ കഴിയണം. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ അനുസരിക്കാനായിട്ട് ജീവിതം ഒന്ന് വെച്ചു നോക്കൂ. അന്നേരം അറിയാം അത് അനുസരിക്കാൻ എത്രത്തോളം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ലോകം നമുക്കെതിരെ, ജഡം നമുക്കെതിരെ, പിശാച് നമുക്കെതിരെ സ്വതന്ത്രമാക്കത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ എന്താ, അതിനുള്ള മാർഗമുണ്ട്. നിങ്ങൾ സുവിശേഷ സത്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതല്ല, കേൾക്കണം നിശ്ചയമായും. പക്ഷേ കേൾക്കുന്ന സത്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അറിയണം. സത്യം വചനത്തെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ബുദ്ധിമണ്ഡലത്തിലാണ് അറിയേണ്ടത്. അനുസരണത്തിലൂടെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ പടിപ്പടിയായിട്ട് ആ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കും. ആ സ്വാതന്ത്ര്യം നിങ്ങളെ മുടിയനായ പുത്രനെ അവൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ ഏതൊരു മനുഷ്യനെയും ദൈവവചനത്തിലൂടെ ദൈവഭവനത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഭവനത്തിൽ ഇവിടെ പറയുന്നു, ദാസൻ എന്നേക്കും എന്ത് ചെയ്യത്തില്ല, ഭവനത്തിലിരിക്കത്തില്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമുക്ക് അടിമത്വം എന്നുള്ള പാപത്തിൻ്റെ അടിമത്വം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവഭവനത്തിനകത്ത് നമുക്ക് എന്നേക്കും നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദുഷ്ടന്മാർ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കത്തില്ല, അവർക്ക് പറ്റത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ സാന്നിധ്യവും ദൈവവചനത്തിൻ്റെ മഹത്വവും വെളിപ്പെടുമ്പോൾ അവർക്ക് പറ്റത്തില്ല. പിന്നെ എന്താ വഴി? നിൽക്കണമെങ്കിലുള്ള വഴി എന്താണെന്ന് കർത്താവ് പറയുന്നത്, പുത്രത്വം. ഗ്ലോറി ടു ഗോഡ്. ആ പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് നമുക്ക് ആവശ്യം. പുത്രനോ എന്നേക്കും എന്ത് ചെയ്യുന്നു, എന്നേക്കും ആമേൻ ദൈവ ഭവനത്തിൽ എന്ത് ചെയ്യുന്നു, വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വീണ്ടും അവരെ പറയുകയാണ്, എന്താണെന്നറിയോ, 37-ാമത്തെ വാക്യം, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിൽ നിങ്ങളിൽ ഇടമില്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കും. അപ്പം അടുത്ത വിഷയം എന്താണ്? നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, അറിയുന്നു, പക്ഷെ എൻ്റെ വചനത്തിൽ നിങ്ങളിൽ എന്തില്ല, ഇടമില്ല. വചനത്തിൽ ഇടമില്ലായെങ്കിൽ കർത്താവ് അവിടെ പറയുന്നു, വചനത്തിന് ഇടമില്ലായെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ നോക്കുകയാണ്, കൊല്ലാൻ നോക്കും. ഇച്ചിരി കടുത്ത വാക്കുകളാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ശരിക്കും വചനത്തിന് ഇടമില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. 38-ാമത്തെ വാക്യം, പിതാവിൻ്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു. പിതാവിൻ്റെ അടുക്കൽ നിന്ന് കർത്താവ് കണ്ടത് കേട്ടത് ഒക്കെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. എന്നിട്ട് അവരെ ആ യഹൂദ ജനതയെ നോക്കി പറയും, നിങ്ങളുടെ പിതാവിനോട് കേട്ടത് നിങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ.
അപ്പോൾ ഇവിടെ രണ്ട് പിതാവിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു പറയുന്നു? കർത്താവിൻ്റെ പിതാവിനെ കുറിച്ചും ഇവിടെ പറയുന്നു. യേശുവിനെ കൊല്ലാൻ തക്കവണ്ണം ആഗ്രഹിച്ച് നിൽക്കുന്ന യഹൂദജനതയെ നോക്കി, എന്നുവെച്ചാൽ അവരെന്താ, പാപത്തിന് തങ്ങളെ തന്നെ അടിമകളാക്കി വിറ്റവരെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ പിതാവ് ആരാണ്? അബ്രഹാം അല്ല, അവരുടെ പിതാവ് ആരാണ്? സാത്താനെ കുറിച്ചാണ് പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. 39 വാക്യത്തിൽ അവർ അവനോട് അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ മക്കളെന്ന് അവകാശം പറയുന്നുണ്ടെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുമായിരുന്നു. 40 വാക്യത്തിൽ, എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടുത്തെ എന്താണ്, യഥാർത്ഥമായ സത്യത്തെക്കുറിച്ചും യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് അത് സഹിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. അന്നും ഇന്നും ഒക്കെ ഉള്ള വിഷയം എന്താ? ഏതൊരു കൂട്ടായ്മയിലായിരുന്നാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്, ആരാധനയിൽ വലിയ ശക്തി ഉണ്ടാവും. പക്ഷേ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുതപിച്ച് മാനസാന്തരത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് ആ നീതീകരണം നമ്മൾ പ്രാപിക്കണമെന്ന് പറയുമ്പോൾ എത്രത്തോളം സന്തോഷം ഉണ്ടാകും. ഇവിടെ ആ മുടിയനായ പുത്രൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന്, അപ്പാ ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു, നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളോട്, സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ആ മടങ്ങി വരവ്, അവൻ എന്താണ് ആവശ്യം? അവൻ യഥാർത്ഥ സ്വാതന്ത്ര്യമാണ് ആവശ്യം. ഈ ദിവസങ്ങളിലും കർത്താവ് നമുക്ക് ആ സ്വാതന്ത്ര്യം എന്ത് ചെയ്യട്ടെ, തരട്ടെ. 42 വാക്യം, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കർത്താവോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, യേശുവിനെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല. യേശു പറയുകയാണ്, യേശുവിൻ്റെ അവകാശവാദം പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പിതാവാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ സ്വയമായി വന്നതല്ല. അവൻ എന്നെ അയച്ചതാകുന്നു, പിതാവാൻ ദൈവം എന്നെ അയച്ചതാകുന്നു. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്ക കൊണ്ടത്രേ. അപ്പോൾ വചനം കേൾക്കാനും വചനം അനുസരിക്കാനും ഉള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ഇവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾക്കൊന്നില്ല, നിങ്ങൾക്ക് മനസ്സുണ്ടാകുന്നില്ല. കാരണം എന്താ? നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നതല്ല എന്ന് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അവരെ കർത്താവ് ചൂണ്ടിക്കാണിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് എന്ത് ചെയ്യണം, ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. 44 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. യേശു തുറന്നടിച്ചങ്ങ് പറയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. അപ്പൊ യേശുവിനെ കൊല്ലാൻ നോക്കിയതുകൊണ്ടാണ് കർത്താവ് അവിടെ എന്ത് ചെയ്യുന്നത്, അത് പറയുന്നു. തൻ്റെ ഐഹിക ജീവകാലത്ത് പോലും കർത്താവിനെ കൊന്നുകളയാൻ എന്ത് ചെയ്തു, പദ്ധതിയിട്ടു. ക്രൂശ് മരണത്തിന്റെ കാര്യം ദൈവ പദ്ധതിയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ യേശുവിനെ കൊന്നുകളയാൻ പദ്ധതിയിട്ടു. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്ത് മരണത്തിൽ നിന്ന് വിടിയിപ്പാൻ ഉള്ള ദൈവസന്നിധിയിൽ ഉറച്ച നിലവിളിയോടുകൂടി അപേക്ഷയോടുകൂടി അഭയാചന കഴിച്ചു ദൈവം വിടിവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ക്രൂശിലെ മരണത്തിന് മുന്നമേ തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ യേശുവിനെ കൊന്നുകളയുക എന്നുള്ള പദ്ധതി എന്ത് ചെയ്തു, അവിടെ വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വീണ്ടും പറയാണ്, അവൻ ഫോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. കർത്താവ് ഇവിടെ സത്യം പറയുന്നു, പിശാച് എന്ത് ചെയ്യുന്നു, സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പിശാചിന് എപ്പോഴും പറയാൻ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയാനാണുള്ളത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിൽ നിന്നെടുത്ത് പറയാനുണ്ട്, അവന്റെ ആത്മാവിൽ നിന്നെടുത്ത് പറയാനുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവെ തിരുസന്നിധിയിൽ ഗ്ലോറി ടു ഗോഡ്, ഞങ്ങൾക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടാകും. രണ്ട് കാര്യം ഇവിടെ പറയുന്നു. പുത്രത്വം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ശിഷ്യന്മാരെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് തീർച്ചയായിട്ടും അനുഭവിപ്പാൻ നമുക്ക് കഴിയും. കർത്താവിൻ്റെ വചനത്തെ നമ്മൾ കേൾക്കുകയും ഹല്ലേലൂയ
അത് അനുസരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ വചനത്തെ അനുസരിക്കാൻ തടസ്സമായിരിക്കുന്നത് നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കാൻ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ സ്വാതന്ത്ര്യമാണ് കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരായി കർത്താവിൻ്റെ പാദം അനുഗമിപ്പാനുള്ള സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഭവനത്തിൽ ഹല്ലേലൂയ മക്കൾ എന്നുള്ള സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ആ സ്വർഗീയമായ വിരുന്ന് അനുഭവിപ്പാനുള്ള സ്വാതന്ത്ര്യം. ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങളെ കേൾക്കുവാനും അനുസരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ദൈവത്തെ കൂടാതെ അവൻ എന്ത് കാര്യം ചെയ്യാനും പ്രത്യേക സ്വാതന്ത്ര്യമൊന്നും വേണമെന്നില്ല, അങ്ങ് പോയാൽ മതി. പക്ഷേ ദൈവത്തെ അനുസരിക്കണമെങ്കിൽ അവന് തീർച്ചയായിട്ടും കർത്താവ് സ്വാതന്ത്ര്യം തരണം. അവൻ്റെ ഭവനത്തിൽ വന്നു പോകാനല്ല നമ്മളായിരിക്കും നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ അവിടെ വായിച്ചു. ഹല്ലേലൂയ. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. നമ്മളവിടെ ഭയപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, പാപം ചെയ്യുന്നവൻ പാപത്തിന് ദാസൻ. ഹല്ലേലൂയ. ആ ദാസൻ എന്നേക്കും ദൈവഭവനത്തിൽ വസിക്കുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ഭയപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. കർത്താവെ, ഞാൻ ദൈവഭവനത്തിൽ നിന്ന് തള്ളപ്പെടാതിരിപ്പാൻ, കർത്താവിനെ അനുസരിച്ചുകൊണ്ട് ആ പുത്രത്വത്തിൻ്റെ അനുഭവത്തിലായിരുന്നുകൊണ്ട് അതെന്നെ ഗ്ലോറി ടു ഗോഡ് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ. ഹല്ലേലൂയ. എന്നേക്കും ഉള്ള ദൈവഭവനത്തിൽ വസിപ്പാൻ ഉള്ള സ്വാതന്ത്ര്യം അവിടെ നിന്ന് എനിക്ക് തരണമേ. അത് ഇവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇവിടുത്തെ ദൈവത്തിൻ്റെ ഭവനത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യാത്ത പക്ഷം നമുക്ക് നിത്യമായ ഭവനത്തിൽ എത്തിച്ചേരുക അത് അസാധ്യമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിസ്സാരമായ കാര്യമല്ല. ഗ്ലോറി ടു കർത്താവേ, ഈ ദൈവസഭയിൽ ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ദൈവസഭയിൽ, ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന ദൈവസഭയിൽ, വചനത്തിൻ്റെ ആഴങ്ങൾ വ്യാപരിക്കുന്ന ദൈവസഭയിൽ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവസഭയിൽ, ഉപദേശങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളുള്ള ദൈവസഭയിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഭവനത്തിൽ ഗ്ലോറി ടു ഗോഡ് ഞങ്ങളായിരിക്കാം. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം ഞങ്ങൾ തരണമേ. ഗ്ലോറി ടു ഗോഡ്. ഞങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഞങ്ങൾ വഴിതെറ്റി ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു. എന്നാൽ ഞങ്ങളുടെ ജീവിതങ്ങളിലെ തിക്ത അനുഭവങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ, ആ മുടിയനായ പുത്രനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിപ്പാൻ ഇടയായതുപോലെ ഞങ്ങളും ഞങ്ങളുടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിപ്പാനും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതിലൂടെയുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും ദൈവഭവനത്തിലെ ആനന്ദവും അനുഭവിപ്പാൻ, അത് ഞങ്ങളെ നിത്യമായ ദൈവഭവനത്തിൽ എത്തിച്ചേർക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന സ്വാതന്ത്ര്യം, പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യം, ശിഷ്യത്വം, ദൈവത്തെ അനുഗമിപ്പാനുള്ള സ്വാതന്ത്ര്യം ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകി. സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥവും അതിൻ്റെ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഭവിപ്പാൻ, ആ സ്വാതന്ത്ര്യം കർത്താവെ ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുപ്പാനും ഈ വചനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലും ഹല്ലേലൂയ മറ്റുള്ളവരിലേക്കും അത് പകർന്നു കൊടുപ്പാൻ ഞങ്ങളേവരെയും അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രമാക്കുമ്പോൾ സാക്ഷാൽ ഞങ്ങൾ സ്വതന്ത്രരാകുന്നു. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ, അവിടുത്തെ മഹിമപ്പെടുത്തുവാൻ, അവിടുത്തെ ആരാധിപ്പാൻ, അവിടുത്തെ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ, അവിടുത്തെ പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ ഹല്ലേലൂയ ആമേൻ ഈ ദേശത്തിൽ കർത്താവിൻ്റെ മഹിമ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെവരെയും അനുഗ്രഹിക്കണം, സഹായിക്കണം, കൂടെ ഇരിക്കണം. ഈ ദിവസങ്ങളിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ അധികമായിട്ട് അനുഭവിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.